നീയൊന്നും പറഞ്ഞില്ല എത്ര യാദൃശ്ചികം, ഒന്നിച്ചു വന്നതും വേർപിരിയുന്നതും എല്ലാം പറയുവാൻ ബാക്കി നിൽക്കേ, ഇനി എന്ന് കാണുമെന്ന് ചോദിക്കാനുമാവാതെ ഒന്നും പറയാതെ. കവിയായ ONV കുറുപ്പ് വിയോഗത്തെപ്പറ്റി എഴുതിയ ഭാഗമാണ് നാം കേട്ടത്. നമ്മുടെ പ്രിയ സഹോദരൻ കുര്യച്ചൻ എന്ന കുര്യാക്കോസ് പാലക്കാട്ടച്ചൻ്റെ വേർപാടിൽ നാം ദുഃഖിതരായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോയാണ് അമ്മയോടൊപ്പമുള്ളത് നാം കാണുക. അദ്ദേഹത്തിൻ്റെ പള്ളി തിരുനെല്ലൂർ പള്ളി. അദ്ദേഹം ജനിച്ചത് ആപ്പാഞ്ചിറ അമ്മ വീട്ടിലാണ്. അവിടെ കടുത്തുരുത്തി സ്കൂളിൽ കുറച്ച് നാൾ പഠിച്ചു. അത് കഴിഞ്ഞ് തിരുനെല്ലൂർ ബാക്കി ബാല്യകാലം ചിലവഴിച്ചു. പിന്നീട് അദ്ദേഹം വാഴക്കുളം ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലേക്ക് പോവുകയാണ്. CMI സഭയുടെ സ്കൂളായ വാഴക്കുളം സ്കൂളിലേക്ക്. അവിടെ പഠിച്ചതിന് ശേഷം കറുകുറ്റിയിലെ നോവിഷ്യേറ്റിലേക്ക് പോയി ഒരു നോവീസായി 2 വർഷം നോവിഷ്യേറ്റ് കഴിഞ്ഞു. അവിടെ ഫിഷറച്ചനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. നോവിഷ്യേറ്റ് പൂർത്തിയാക്കി ബാംഗ്ലൂർ ധർമാരാം കോളേജിലേക്ക് ഫിലോസഫി പഠിക്കുവാനായി പോകുന്നു. ഫിലോസഫിക്ക് ശേഷം ധർമാരാമിൽ ക്രൈസ്റ്റ് കോളേജിൽ അദ്ദേഹം തൻ്റെ ബിരുദം നേടി. അതിനുശേഷം അദ്ദേഹം തിയോളജിയും ധർമാരാമിൽ തന്നെ കഴിഞ്ഞ് പട്ടമേക്കുന്നതാണ് നാം കാണുന്നത്. ജോനാസ് തളിയത്ത് എന്ന മെത്രാനിൽ നിന്നാണ് അദ്ദേഹം പട്ടമേറ്റത്. കരിയിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബാച്ചുകാരനായിരുന്നു. 1981 അദ്ദേഹം പട്ടമേറ്റു. പട്ടം കഴിഞ്ഞ് അദ്ദേഹം രാജ്കോട്ട് സെൻറ്റ് മേരീസ് സ്കൂളിലേക്കാണ് ആദ്യം വന്നത്. ഒരു മിഷണറി ആയിട്ട് രാജ്കോട്ട് സെൻറ്റ് മേരീസ് സ്കൂളിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം ദയാമയി മാതാ സ്കൂൾ സുരേന്ദ്രനഗറിലേക്ക് പോയി. അവിടെയും വളരെ കുറച്ച് നാളുകൾ സേവനം ചെയ്തതിന് ശേഷം സുരേന്ദ്രനഗറിൽ നിന്ന് അദ്ദേഹം പിന്നീട് പോകുന്നത് ഗോണ്ടൽ സെൻറ്റ് മേരീസ് സ്കൂളിലേക്കാണ്. അവിടെ ഗോണ്ടൽ സ്കൂളിൻ്റെ എംബ്ലം അദ്ദേഹം ജോയി ഇളങ്ങുന്നപ്പുഴയെ കൊണ്ടുണ്ടാക്കിച്ചാണ് നാം കണ്ടത്. ഗോണ്ടൽ സ്കൂളിലെ ചില ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. വളരെ ചെറുപ്പം ആയ യുവാവായ കുര്യച്ചനെയാണ് കാണുക. സ്കൂളിലെ കാര്യങ്ങൾ ആൻസിലിൻ എന്ന സിസ്റ്ററാണ് നമ്മളിവിടെ കാണുന്നത്. സ്കൂൾ ബിൽഡിങ് ഗോണ്ടലിൽ 10 വർഷത്തോളം അദ്ദേഹം ചെയ്തു. ഗോണ്ടലിൽ നിന്ന് അദ്ദേഹം ജാംനഗർ പള്ളിയിലേക്ക് പോയി. ജാംനഗർ പള്ളിയിൽ നിന്ന് അദ്ദേഹം വീണ്ടും ബറോഡയിലേക്ക് സംഗീതം പഠിക്കുവാനായി 2 വർഷം സംഗീതം പഠിക്കുവാനായി ബറോഡ MS യൂണിവേഴ്സിറ്റി പോയി. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അദ്ദേഹം ബിരുദം നേടി. സംഗീതം അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു എല്ലാ കാലവും. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കുഞ്ഞുങ്ങളെ ഗുജറാത്തി ഭജൻ പഠിപ്പിക്കുന്നു. വീണ്ടും ബറോഡയിൽ നിന്ന് അദ്ദേഹം ഗോണ്ടൽ ആശ്രമത്തിലേക്കാണ് വരുന്നത്. ഗോണ്ടൽ ആശ്രമത്തിലെ സ്കൂളിൽ ഗുജറാത്തി മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടാണ് അദ്ദേഹം വരിക. അവിടെ വളരെ സ്തുത്യമായ സേവനം, പാവപ്പെട്ട വില്ലേജിൽ നിന്നുള്ള പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് ആ പിള്ളേരാണ് അത് ഇവിടെ കാണുന്നത്. അദ്ദേഹം പുറകിൽ കുര്യാക്കോസിനെ കാണാം. ഇവിടെയും പിറകിൽ കുര്യാക്കോസ് നിൽക്കുന്നത് കാണാം. എല്ലായിടത്തും പിറകിൽ നിൽക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ. മുന്നിലേക്കൊന്നും വരികയില്ല. ശാന്തമായി പിറകിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടുത്തെ ഗുജറാത്തി രീതിയിലുള്ള കാര്യങ്ങളെല്ലാം, പ്രാർത്ഥനയും മറ്റനുഷ്ഠാനങ്ങളുമെല്ലാം ഇവിടെ രാഖി കെട്ടുന്നു. നമ്മുടെ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നൊരു ഗൗരിബേൻ. അത് കഴിഞ്ഞ് ഗോണ്ടലിൽ നിന്ന് അദ്ദേഹം വാങ്കർ മിണ്ടാമഠത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചാപ്ലനായിട്ട് 1 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ നിന്ന് റിബളയിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഗോണ്ടൽ ആശ്രമത്തിൽ വന്നിട്ട് ജാംജോധ്പൂർ എന്ന സ്ഥലത്തേക്ക് പോയി. ജാംജോധ്പൂരിൽ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വാഡിനാർ എന്ന സ്ഥലത്തെ സ്കൂളിലേക്ക്, സെൻ്റ് ആൻ സ്കൂളിൽ അദ്ദേഹം വാഡിനാറിൽ നിന്ന് അദ്ദേഹം പോകുന്നത് അഞ്ചാർ എന്ന സ്കൂളിലേക്കാണ്, സെൻറ്റ് എലിസബത്ത് സ്കൂളിലേക്ക്. അവിടെയും ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം 2-3 വർഷം ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീച്ചിയ ഗോണ്ടൽ ആശ്രമം
സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂള് ഒക്കെ പണിയിക്കുവാനായിട്ട് പോകുന്നത്. FCC സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ് കാണുക. അവിടെ നിന്ന് അദ്ദേഹം അവിടുത്തെ പണികളെല്ലാം വളരെ സുസ്ഥിരമായ രീതിയിൽ ചെയ്തു കൊടുത്തു. കെട്ടിടം പണികൾ അവിടെ വെച്ചാണ് അദ്ദേഹം രോഗബാധിതനാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അത് 2023 അങ്ങനെ വളരെ അവിചാരിതമായിട്ടാണ് അദ്ദേഹം രോഗബാധിതനായിട്ട് മനസ്സിലാകുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് ഡോക്ടർമാരുടെ പരിശോധനയിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ വൈക്കത്തെ രംഗമാണ് നാം കാണുക. അദ്ദേഹം ഇതെല്ലാം പരിശീലിക്കുകയാണ്, നമ്മുടെ ഫിസിയോതെറാപ്പി. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുമ്പം പെങ്ങളുടെ വീട്ടിൽ, ആനിയുടെ വീട്ടിൽ പോയതാണ് ഇവിടെ നമ്മൾ കാണുക. അതൊക്കെ ഒരു അവസാനമായിട്ടാണ് അന്ന് അവിടെ പോയത്. അത് കഴിഞ്ഞ് വീണ്ടും രാജ്കോട്ട് പ്രൊവിൻഷ്യൽ ഹൗസിൽ തിരിച്ചു വരുന്നു. അവിടെ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം കാണുവാൻ വന്നു. അത് അദ്ദേഹത്തിന് വലിയ ഒരു ആശ്വാസമായിരുന്നു. രോഗബാധിതനായിട്ടും യാതൊരുവിധ നിരാശയോ ബുദ്ധിമുട്ടോ കാണിക്കാതെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം വരുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും, അദ്ദേഹത്തെ നോക്കിയ ഗണേശ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെ നോക്കിയ ഗോവിന്ദ് എന്ന് പറയുന്ന പയ്യനാണ് ഇവിടെ നടുക്ക് നിൽക്കുന്നത്. ബിഷപ്പ് ഗ്രിഗറിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ വളരെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും അദ്ദേഹം കഴിച്ച് കൂട്ടി. ഇത് ലിസി ഹോസ്പിറ്റലിൽ ഇവിടെ പ്രൊവിൻഷ്യൽ ഹൗസിലുള്ള ചില സീനുകളാണ് ബന്ധുക്കാർ, ഡോണയും കുടുംബവും വന്നത്. അത് കഴിഞ്ഞ് സഹോദരങ്ങൾ തോമാച്ചൻ, ബേബിച്ചൻ, പെങ്ങളെ ഫിലമ്മ, അളിയൻ. ഇത് ഉരുളിയാണിക്കലച്ഛനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത് കളപ്പുരയച്ഛൻ നമ്മുടെ പഞ്ചാബിൽ നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൾ ജിഷയും എബിയും കുഞ്ഞുങ്ങളും ജോണും ജോഹാനും കുര്യച്ചനെ കാണാൻ വന്നതാണ്. അപ്പോൾ എബിയുടെ ബർത്ത്ഡേക്ക് അവിടെ വെച്ച് കേക്ക് മുറിച്ച് കുര്യച്ചൻ്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വളരെ സന്തോഷമായിട്ട് കേക്ക് സ്വീകരിക്കുന്നു. വീണ്ടും അളിയൻ ഒക്കെ, അനിയനും ഡോണയും ഫിലമയും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ആശുപത്രിയിൽ, ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിരുന്നു. അന്നേരം മേരിദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അച്ഛൻ വന്ന് കാണാമെന്ന ഒരു സീനാണത്. ഇനിയുടെ മകളും ഒഴാക്കലച്ഛനും ഇളങ്ങുന്നപ്പുഴയച്ഛനും സിസ്റ്റർ ജോർജിയും. ഇത് ജോയൽ ഗുരുയച്ഛനെ കാണാൻ വരുന്നതാണ്, ജോയൽ ജോസഫ്. ഇത് അദ്ദേഹത്തിൻ്റെ അന്തിമ we enter the second part of the funeral ceremony. In front of the mortal remains of our beloved Father Kyriakos, to bid farewell to him, to offer our prayers, and to accompany him in his last earthly journey of life, in his words and in his action. Make everything according to the plan or the aim for which it was started.
ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടെ ആയിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? The good news is that Kuriakos Babuji knew that he was going. The better news is that he knew that he was going to the Creator. The best news is that he is leaving behind a legacy of love touching the hearts of many. പറ്റുകയില്ല, ഒരു ബുക്ക് തന്നെ ദൈവത്തിന് ആവശ്യം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കുടുംബക്കാർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. നിങ്ങളുടെ സഹോദരൻ വളരെ വിശിഷ്ടമായ സേവനമാണ് ഗുജറാത്തിൽ ചെയ്തത്. ബിഷപ്പും മറ്റുള്ള ആൾക്കാരും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. We personally experienced your love and care many times when we visited the Provincial House. We felt like it is our own family. We especially thank Father Francis Oracle and Father Joy for their constant care and support to Father Kuriakos. Following the passing of our beloved Father Kuriakos Palakat, Father Kuriakos left us on the early hours of 27th, leaving behind a legacy of missionary zeal, deep convictions, and a heart that touched many. चरण